ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അക്കരയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരും ക്യാമറമാൻ അക്ബർ ഷാൻ ഔഷാദ് ഉണ്ട്. നമ്മുടെ ഷാജാൻ സൈഡിലോട്ട് മാറി നിൽപ്പുണ്ട്. ഒന്ന് കാണിട്ടുണ്ട് ഒരുപാടായി. ഓക്കെ, ശരി ഗൈസ്, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്ന ഒരു മേഖല, അല്ലെങ്കിൽ പലർക്കും അറിയാത്തൊരു മേഖലയെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതായത് നമുക്ക് എക്സ്പെഷ്യലി മെഡിക്കൽ മേഖലകളിൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഏത് മേഖലയ്ക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു മേഖല നഴ്സിംഗ് പഠിക്കുക. നഴ്സിംഗ് എല്ലാവരും പറയുന്ന ഒരു മേഖല. പക്ഷെ നഴ്സിംഗ് അല്ല, ഇത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകളാണ്. നഴ്സിംഗ് അല്ലാതെ ഡിഫറെന്റ് മേഖലകൾ ഏത് പോയി പഠിക്കാമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ നമുക്കറിയാം BAMS, അതായത് ആയുർവേദം, സിദ്ധ, BSMS പോലുള്ള പ്രോഗ്രാംസ്. ഈ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ശേഷം നമുക്ക് യൂറോപ്യൻ കൺട്രീസ് ആയിക്കോട്ടെ, ഷെങ്കൻ കൺട്രീസ് ആയിക്കോട്ടെ, ഇവിടെയൊക്കെ പോയി ഇതിനൊരു മാസ്റ്റേഴ്സ് ഇല്ല. കാര്യം ഇന്ത്യയിലുള്ള ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദം എന്ന് പറയുന്നത്. സോ ഇവർക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ തന്നെ ഇവൻ MBBS കഴിഞ്ഞവർക്ക് നമ്മൾ MBBS ഒരു MD എടുക്കുക, അല്ലെങ്കിൽ BDS ഒരു MD ഒക്കെ UK പോയി എടുക്കുക എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആണ്. സോ അങ്ങനെ ഉള്ളവർക്ക് എല്ലാവർക്കും കൂടെ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് MBH, മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് ഹെൽത്ത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ MBH എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പ്രോഗ്രാം അല്ല, അതൊരു മേഖലയാണ്. അതായത് നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ മെഡിക്കൽ മേഖല എന്ന് പറയുന്നത് പോലെ ഒരു മേഖലയാണ് നമുക്ക് MBHനെ മനസ്സിലാക്കാം. അതായത് MBH പ്രോഗ്രാംസ് നമുക്ക് മെയിൻ ആയിട്ടൊരു 4 രീതിയിൽ തരംതിരിക്കാം. ഒന്ന്, മാനേജ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ട്, ക്ലിനിക്കൽ പ്രോഗ്രാംസ് ഉണ്ട്, നോൺ ക്ലിനിക്കൽ പ്രോഗ്രാംസ് ഉണ്ട്, റിസർച്ച് പ്രോഗ്രാംസ് ഉണ്ട്. സോ ഞാനിത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾക്ക് ഇതിൽ ഏത് മേഖലയിലേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, പോകാൻ ആഗ്രഹമുണ്ടോ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് മാത്രമേ ഒരു കോഴ്സ് ചൂസ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിലൊരു ഹോസ്പിറ്റൽ റൺ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ MBA പഠിച്ചവർ എന്ത് ചെയ്യും? അതിന്റെ മാനേജ്മെന്റിൽ ഇരിക്കുന്ന ഒരു MBA കഴിഞ്ഞ ആളുകളായിരിക്കും കൂടുതൽ അതിന്റെ PRO ആയിട്ടോ മറ്റു മേഖലകളിലേക്ക് ഇരിക്കുന്നത്. പക്ഷേ അതേസമയം യൂറോപ്യൻ കൺട്രി ആയിക്കോട്ടെ, ഷെങ്കൻ കൺട്രീസ് ആയിക്കോട്ടെ, അങ്ങോട്ടുള്ളൊക്കെ ഈ പറയുന്ന രാജ്യങ്ങളിലേക്ക് ഒരു MBA പഠിച്ച ഒരാൾക്ക് കയറി ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യിക്കാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് അവർ MBH എന്ന് പറഞ്ഞ പ്രോഗ്രാം വെച്ചേക്കുന്നത്. അതായത് MSc ഇൻ മാനേജ്മെന്റ്, അതായത് പബ്ലിക് ഹെൽത്തിന്റെ തന്നെ മാനേജ്മെന്റ് റിലേറ്റഡ് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അത് നിങ്ങൾ മാനേജ്മെന്റ് MBH മാനേജ് പ്രോഗ്രാംസ് ഇൻ UK എന്ന് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സജഷൻസ് കിട്ടും. നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അതിന് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റീസിന്റെ ഡീറ്റെയിൽസ് ആണ്. ആ യൂണിവേഴ്സിറ്റിയിൽ ചെന്നിട്ട് നിങ്ങൾ ആ പ്രോഗ്രാം സെർച്ച് ചെയ്താൽ അവർ പഠിപ്പിക്കുന്ന മോഡ്യൂൾസിനെ പറ്റി എല്ലാം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. സോ MBH ഞാൻ എന്തുകൊണ്ട് ചൂസ് ചെയ്ത് നിങ്ങളുടെ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോബ് ഒക്കുപ്പേഷൻ ലിസ്റ്റ് എന്നും പറഞ്ഞൊരു, നിങ്ങൾക്കറിയാം UK BAയുടെ സൈഡിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇനി UK ഏറ്റവും കൂടുതൽ ഈ ജോബിന് ആളുകളെ, സ്റ്റാഫിന് നീഡിയായിട്ടുള്ള മേഖലകൾ ഏതാണ് എന്ന് കൊടുക്കുകയാണ് ജോബ് ഒക്കുപ്പേഷൻ ലിസ്റ്റ്. ഇതിൽ കയറി നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്, MBH പോലുള്ള പ്രോഗ്രാം നിങ്ങൾ എടുത്ത് പഠിച്ചാൽ നഴ്സിംഗ് ഇഷ്ടപ്പെടാത്തവർക്കും നഴ്സിംഗിനേക്കാളും ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയാണ് MBH. അതിൽ എക്സാം നിങ്ങൾ പാരാമെഡിക്സ് കഴിഞ്ഞവരുണ്ടായിരിക്കാം, മെഡിക്കൽ മേഖലകൾ പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് 1 ഇയർ അല്ലെങ്കിൽ 95% 1 ഇയർ പ്രോഗ്രാംസ് ആണ് വരുന്നത്. 1 ഇയർ പ്രോഗ്രാംസ് വരുന്നുണ്ട്, 2 ഇയർ പ്രോഗ്രാംസ് വരുന്നുണ്ട്. സോ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ MBH നിങ്ങൾ മാനേജ്മെന്റ് ആണോ, റിസർച്ച് പ്രോഗ്രാം ആണോ, അല്ലെങ്കിൽ നിങ്ങൾ റിസർച്ച് ചെയ്യില്ലെങ്കിൽ, നിങ്ങൾക്ക് റിസർച്ച് ചെയ്തിട്ട് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ നഴ്സിംഗ് എടുത്ത് പഠിക്കുന്നതിലുപരി ചിലത് നഴ്സിംഗ് എടുക്കാൻ വയ്യ, അല്ലെങ്കിൽ അതിനുശേഷം OSCE അറ്റൻഡ് ചെയ്യാൻ വയ്യ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, നിങ്ങൾ പറ്റാത്തൊരു പരിപാടി ആരെങ്കിലും പറഞ്ഞ് എടുക്കുന്നതെന്നും നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് മെഡിക്കൽ മേഖലകളും ഈ ഓൾമോസ്റ്റ് മേഖലകളിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിഫിക്കേഷനാണ് MBH എന്ന് പറയുന്നത്, പബ്ലിക് ഹെൽത്ത്. സോ പബ്ലിക് ഹെൽത്ത് റിലേറ്റഡ്, അതായത് നമ്മൾ MSW എന്ന് പറയുന്നത് പോലെ സോഷ്യൽ വർക്ക് എത്രത്തോളം ബെനിഫിറ്റ് ആണോ നമ്മൾ ഈ പറഞ്ഞ രാജ്യങ്ങളിലെ കോഴ്സ്, അതുപോലെയാണ് അതിലേറെ നമുക്ക് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകളുള്ളൊരു, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു മേഖലയാണ് ഞാൻ ഈ പറഞ്ഞ MBH എന്ന് പറയുന്നത്. സോ എന്തായാലും ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്, വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെപ്പൽസിനെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. എന്തായാലും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.